ബാങ്കുകൾ നിങ്ങളെ എങ്ങനെ നിയമപരമായി കബളിപ്പിക്കുന്നു? നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് ബാങ്കുകളിലാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാമോ, ബാങ്കുകൾ എല്ലാ ദിവസവും നമ്മളെ പറ്റിച്ചു ലാഭമുണ്ടാക്കുന്നുണ്ടെന്ന്? ഇത് മോഷണമോ ഹാക്കിങ്ങോ അല്ല, ഇതൊരു സിസ്റ്റമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ പണത്തിൽ നിന്ന് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്ന്. എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ 1,00,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. എന്റെ പണം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ വിചാരിക്കും, അല്ലേ? അങ്ങനെയല്ല. നിങ്ങൾ പണം നിക്ഷേപിക്കുമ്പോൾ ആ പണം ബാങ്കിൻ്റേതാകുന്നു. അവർക്ക് നിങ്ങൾ 1,00,000 രൂപ കടം കൊടുത്തതുപോലെയാണ്. പകരം അവർ നിങ്ങൾക്ക് ചെറിയൊരു പലിശ തരും, ഒരു 3 മുതൽ 4% വരെയൊക്കെ. കാരണം നിങ്ങളുടെ ഈ പണം ഉപയോഗിച്ച് ഇതിലും എത്രയോ വലിയ പണം ഉണ്ടാക്കാനാണ് അവരുടെ ശ്രമം. മാജിക്കൽ മണി മേക്കിംഗ് അഥവാ ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റം അതെന്താണെന്ന് നോക്കാം. ബാങ്കുകൾ എങ്ങനെയാണ് ഈ വലിയ പണം ഉണ്ടാക്കുന്നതെന്ന് പറയാം. നിങ്ങളുടെ 1,00,000 രൂപയിൽ നിന്ന് ബാങ്ക് ഒരു ചെറിയ ഭാഗം, ഉദാഹരണത്തിന് 10,000 രൂപ മാത്രം റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം മാറ്റിവെക്കും. ബാക്കിയുള്ള 90,000 രൂപ അവർക്ക് മറ്റൊരാൾക്ക് ലോൺ കൊടുക്കാം. പക്ഷേ ഇവിടെയാണ് ഒരു മാജിക് നടക്കുന്നത്. ഈ 90,000 രൂപ ലോൺ കിട്ടുന്നയാളുടെ പൈസ കറങ്ങിത്തിരിഞ്ഞു ബാങ്കിംഗ് സിസ്റ്റത്തിലേക്കു തന്നെ തിരിച്ചു വരുന്നു. ആ 90,000 രൂപയിൽ നിന്ന് വീണ്ടും ഒരു ചെറിയ ഭാഗം, 9,000 രൂപ മാറ്റിവെച്ച് ബാക്കിയുള്ള 81,000 രൂപ മറ്റൊരാൾക്ക് ലോൺ കൊടുക്കും. ഇത് ഇങ്ങനെ തുടരും. നിങ്ങളുടെ 1,00,000 രൂപയുടെ ഒറ്റ നിക്ഷേപം കൊണ്ട് ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഏകദേശം 8 മുതൽ 9 വരെ ലക്ഷം രൂപയുടെ പുതിയ പണം അല്ലെങ്കിൽ കടം ഉണ്ടാകുന്നു. നിങ്ങൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണത്തിന്മേൽ ബാങ്കുകൾ അവരുടെ ലാഭം ഉണ്ടാക്കുന്നു. ഇതാണ് ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റം ബാങ്കുകൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ബാങ്കുകൾ നിങ്ങളുടെ ഒരു ചെറിയ നിക്ഷേപം ഉപയോഗിച്ച് വലിയൊരു പണം എങ്ങനെ പെരുപ്പിക്കുന്നു എന്ന് പറയാം. ബാങ്കുകൾ ലോൺ കൊടുക്കുന്ന ഈ പണം എപ്പോഴും യഥാർത്ഥത്തിൽ ആളുകൾ നിക്ഷേപിച്ച പണമല്ല. നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്കുകൾ കമ്പ്യൂട്ടറിൽ കുറച്ച് അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് പുതിയ പണം ഡിജിറ്റലായി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മറ്റാരുടെയോ പണം എടുത്ത് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ ഈ പുതിയ പണം വർഷങ്ങളോളം തിരിച്ചടയ്ക്കണം, അതും നല്ല പലിശ സഹിതം. അവർ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പണം ഉണ്ടാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ അധ്വാനവും സമയവും ഉപയോഗിച്ച് അത് തിരിച്ചടയ്ക്കുന്നു. നിങ്ങൾക്ക് കുറവ്, അവർക്ക് കൂടുതൽ. നിങ്ങൾ 1,00,000 രൂപ സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചാൽ ഒരു വർഷം 3,000 രൂപ പലിശ കിട്ടിയെന്ന് വരും. എന്നാൽ ഇതേ 1,00,000 രൂപ ബാങ്കുകൾ ലോൺ കൊടുത്താൽ ഓരോ ലോണിൽ നിന്നും 10%, 12% അല്ലെങ്കിൽ 20% വരെ പലിശയായി അവർക്ക് കിട്ടും. നിങ്ങൾക്ക് 3,000 രൂപ കിട്ടുമ്പോൾ അവർക്ക് നിങ്ങളുടെ പണം ഉപയോഗിച്ച് 20,000 രൂപയോ അതിലധികമോ ലാഭം കിട്ടുന്നു. ഇതെല്ലാം നിയമപരമാണ്. പക്ഷേ ഈ സിസ്റ്റം ഒരു പരിധിവരെ മാത്രമേ പ്രവർത്തിക്കൂ. ഒരേ സമയം ഒരുപാട് ആളുകൾ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ എത്തിയാൽ ബാങ്കിന് അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കിട്ടിയ പണത്തിന്റെ ഭൂരിഭാഗവും ലോണായി കൊടുത്തു കഴിഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ബാങ്കുകൾ തകരാൻ കാരണം ഇതാണ്. ഇത് മോഷണം കൊണ്ടല്ല, ഈ സിസ്റ്റം നിലനിൽക്കുന്നത് ആളുകളുടെ വിശ്വാസം കൊണ്ടാണ്. ഇതുകൊണ്ടാണ് കാലക്രമേണ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയുന്നത്. ഇതുകൊണ്ടാണ് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ നിങ്ങളുടെ സമ്പാദ്യത്തെ നശിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ലോൺ എടുക്കാൻ എളുപ്പവും കടമില്ലാതെ ജീവിക്കാൻ പ്രയാസവുമാകുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ സമ്പാദിക്കണം, പക്ഷേ കൂടുതൽ കടം വാങ്ങണം എന്നാണ് ഈ സിസ്റ്റം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ബാങ്കുകൾ കൂടുതൽ പണക്കാരാകുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഈ സിസ്റ്റം മാറ്റാൻ കഴിയില്ല. ലോകത്തെ ബാങ്കുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്വയം സംരക്ഷിക്കാൻ ചില വഴികൾ പറഞ്ഞു തരാം. വെറുതെ പണം ബാങ്കിൽ സൂക്ഷിക്കാതെ ബുദ്ധിപരമായി നിക്ഷേപിക്കുക. അനാവശ്യമായ വായ്പകൾ ഒഴിവാക്കുക. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുക. അറിവാണ് ശക്തി. സേവിങ്സ് അക്കൗണ്ടുകളിൽ മാത്രം ശ്രദ്ധിക്കാതെ സ്വത്ത്, ആസ്തികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ബാങ്കുകൾ ഒരു വലിയ കളി കളിക്കുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെ കളിക്കണം. അതെ, ഈ കബളിപ്പിക്കൽ നിയമപരമാണ്. ഈ സിസ്റ്റം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഒന്നുകിൽ കണ്ണടച്ച് ബാങ്കുകളെ വിശ്വസിച്ച് മുന്നോട്ടു പോകാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തം പണത്തിന്റെ കാര്യത്തിൽ സ്മാർട്ടായി തീരുമാനമെടുക്കാൻ തുടങ്ങാം. കാരണം പണം നിങ്ങളെ സേവിക്കാനുള്ളതാണ്, നിങ്ങളെ കെണിയിൽ പെടുത്താനുള്ളതല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.